ഇന്നത്തെ ടോപ്പിക് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. എന്തിനാണ് ഫുഡ് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നത്? കഴിക്കുന്ന ഭക്ഷണം കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ ഹൈലി പ്രോട്ടീൻ കണ്ടന്റ്, വൈറ്റമിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി മെച്ചം. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല ആൾക്കാരും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ജനങ്ങൾ വിശപ്പടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഡെയിലി ലൈഫിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും പ്രോട്ടീൻസും കിട്ടാതെ പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവർ ദാരിദ്ര്യമകരം, അല്ലെങ്കിൽ കിട്ടിയ ഭക്ഷണം അവർ കഴിക്കുമ്പോൾ അതിലെല്ലാ ലവണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ആവശ്യത്തിന്, ആരോഗ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷകാംശങ്ങളും അതിലുണ്ടായിക്കൊള്ളുന്നില്ല. അത്ര നല്ല രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹൈലി ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈലി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിക്കുന്നെങ്കിലും അതിൽ നമുക്ക് ആവശ്യത്തിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി മെച്ചമാവും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ചെടിയിൽ എത്ര കണ്ടന്റാണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനേക്കാളും ഒരു പടി മുന്നിലായിട്ട് പ്രോട്ടീനും വൈറ്റമിൻ മിനറൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്തരൊരു ചിന്താഗതിയിലാണ് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ് ഫുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ആവാം, അയഡിൻ ആവാം, വൈറ്റമിൻ ആവാം, വൈറ്റമിൻ എ ആവാം, സിങ്ക് ആവാം. ഇത്തരം കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലൈഫ് സ്പാൻ കുറയാം, ബോഡി റെസിസ്റ്റിംഗ് പവർ കുറയാം, മെന്റൽ എബിലിറ്റി കുറയാം. ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പുതിയൊരു ഒന്നാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫിക്കേഷൻ എന്നാൽ എന്താ? The plant breeding program that increase the nutrient quality increase ചെയ്യണം ഓഫ് എ ക്രോപ്പ് വെറൈറ്റിയുടെ. ഒരു ക്രോപ്പ് വെറൈറ്റിയുടെ ന്യൂട്രിയൻ ക്വാളിറ്റിനെ ഇൻക്രീസ് ചെയ്യണ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണത് ബയോഫോർട്ടിഫിക്കേഷൻ. ഇറ്റ് വിൽ ഇൻക്രീസ് ഇറ്റ്സ് വൈറ്റമിൻ, ഇറ്റ് വിൽ ഇൻക്രീസ് ഇറ്റ്സ് പ്രോട്ടീൻ, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഹെൽത്തിയർ ഫാറ്റ്, മിനറൽസ്. അതിൻ്റെ ക്വാളിറ്റി, മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഹെൽത്തിയർ ഫാറ്റിൻ്റെയും കണ്ടന്റ് കൂട്ടുക. അതാണെന്ത്? ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫിക്കേഷൻ മുഖേന എന്താണ് മെച്ചം? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ടു ഇൻക്രീസ് ദ പ്രോട്ടീൻ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ചെടികളിൽ നിന്നും അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന ധാന്യങ്ങളുടെ പ്രോട്ടീൻ കണ്ടന്റും അതിൻ്റെ ക്വാളിറ്റിയും കൂട്ടുക. ടു ഇൻക്രീസ് ദ കണ്ടന്റ്, ഓയിൽ കണ്ടന്റ്. നമ്മൾ ഓയിൽ കണ്ടന്റ്, ഓയിലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന കോക്കനട്ട്, മസ്റ്റാർഡ്, ഒലീവ്, പാം ഓയിൽ, സൺഫ്ലവർ. ഇതിൻ്റെ ഓയിൽ കണ്ടന്റ് കൂട്ടുക, അതിൻ്റെ ക്വാളിറ്റി. ടു ഇൻക്രീസ് ദ വൈറ്റമിൻ കണ്ടന്റ്, വൈറ്റമിൻ കണ്ടന്റും ഇൻക്രീസ് ചെയ്യുക. ടു ഇൻക്രീസ് ദ മൈക്രോ ന്യൂട്രിയൻ കണ്ടന്റ്. ഇനി ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ക്രോപ്സിന്റെ പേരാണ് മെയ്സ് ഹൈബ്രിഡ്സ്. മെയ്സ് ഹൈബ്രിഡിലെ അമിനോ ആസിഡ്, ലൈസിൻ, ട്രിപ്റ്റോഫാൻ, ഇതിൻ്റെ എല്ലാം കണ്ടന്റ് മെയ്സ് ഹൈബ്രിഡില് ഉണ്ട്, കൂടിയിട്ടുണ്ട്. ബയോഫോർട്ടിഫിക്കേഷൻ മുഖേന പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ചെടികളാണിത്. മെയ്സിലെ ഹൈബ്രിഡ്സ്, അതില് അമിനോ ആസിഡ്സിന്റെയും ലൈസിന്റെയും ട്രിപ്റ്റോഫാന്റെയും കണ്ടന്റ് കൂട്ടിയിട്ടുണ്ട്. ഇനി അറ്റ്ലസ് 66 ഒരു വീറ്റ് വെറൈറ്റിയാണ്. ആ വീറ്റ് വെറൈറ്റി ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അയൺ ഫോർട്ടിഫിക്കേഷൻ മുഖേന പ്രൊഡ്യൂസ് ചെയ്ത റൈസിലാണെങ്കിൽ അയൺ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ക്രോപ്സിന്റെ പേരാണിത് കാറ്റ്, സ്പിനാച്ച്, പംകിൻ. ഇവയെല്ലാം വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലാണ്. ബിറ്റർ ഗാർഡ്, മസ്റ്റാർഡ്, ബാത്തു ആൻഡ് ടൊമാറ്റോ, അതിൽ വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലാണ്. സ്പിനാച്ച്
ബത്തുവ അയേൺ ആൻഡ് കാൽസ്യം കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ബ്രോഡ് ബീൻ, ഫ്രഞ്ച് ബീൻ ആൻഡ് ഗാർഡൻ പീ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. ഈ ബയോഫോർട്ടിഫിക്കേഷൻ മുഖേന ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൽ വൈറ്റമിൻ കണ്ടന്റ്, മിനറൽ കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ കഴിക്കുന്ന ഫുഡിന് നമ്മൾ കുറച്ചാണ് കഴിക്കുന്നെങ്കിലും അത് നമുക്ക് ആവശ്യത്തിന് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ലഭിക്കുന്നെങ്കിൽ, നമുക്ക് എമൗണ്ട് കുറവാണ് കഴിക്കുന്നെങ്കിലും നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ ഡിസീസ് റെസിസ്റ്റൻ്റ് ചെയ്യാനും നമ്മുടെ മറ്റുള്ള അസുഖങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു പോവർട്ടിനെ കുറച്ച് രീതിയിൽ വരെ അവർക്ക് ഹെൽത്തിയർ ഫുഡ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ബയോഫോർട്ടിഫിക്കേഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻ. ബയോഫോർട്ടിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ SCP. Single cell protein is a microbial biomass used as a food or feed. മൈക്രോബിയൽ ബയോമാസ് ആണ്, ഭക്ഷണമായിട്ടോ തീറ്റയായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോബിയൽ ബയോമാസിനെ പറയുന്ന പേരാണെന്ത്? സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇത് ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻ സോഴ്സ് ആണ് ഫോർ ഇനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് from certain beneficial microorganism like spirulina. സ്പൈറുലിനയും മെത്തിനോഫില്ലസ് മെത്തിലോട്രോപ്പസ് ഇതിൽ നിന്നെല്ലാം ക്യാൻ ബി ഗ്രോൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ. SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ. ഒരു ഫുഡ് സപ്ലിമെൻ്റ് എന്ന് കഴിക്കുമ്പോൾ ഒരു ചെറിയ പ്ലാന്റ്സിൽ സ്പൈറുലിനെ കൾച്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് കിട്ടുന്ന പ്രോട്ടീൻ കണ്ടന്റിനേക്കാളും എത്രയോ നമ്മൾ കണ്ടന്റ് കുറേ കഴിക്കണം. ഇതാണെങ്കിൽ കുറച്ച് കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ, കാരണം ആ സിംഗിൾ സെല്ല് പ്രോട്ടീൻ കണ്ടന്റ് ആണ്, അതാണ് നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കത് കൾട്ടിവേറ്റ് ചെയ്യാൻ സുഖമാണ്, ഈസി ടു ഗ്രോ, പിന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ സുഖമാണ്. അതിന് വേറെ റിസ്ക് ഒന്നുമില്ല. നമ്മളുടെ തോടുകളിലാണെങ്കിലും അതേപോലെ വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത വെള്ളം, എനിമൽ മാനുവേഴ്സിൽ, ഇതിലെല്ലാം വേസ്റ്റ് വാട്ടറിൽ ഒക്കെ ഇതിനെ കൾച്ചർ ചെയ്യാം. അതേപോലെ ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻറ്റ്, പ്രോട്ടീൻ കണ്ടന്റ് ആയാലും വൈറ്റമിൻ കണ്ടന്റ് ആയാലും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയാലും ഫാറ്റ് കണ്ടന്റ് ആയാലും മിനറൽസ് ആയാലും ഇതിൽ ഹൈലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ് ആര്? സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇത് പല സ്പേസിലൊക്കെ ആണെങ്കിൽ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസസ് ദ എൻവയറോൺമെൻറ്റൽ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാം, എൻവയറോൺമെൻറ്റ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കാറുണ്ട്. ഹൈ ഈൽഡ് ആണ്. നമ്മൾ ഹൈ ഈൽഡ് എന്ന് ഉദ്ദേശിക്കണം നമ്മൾ കുറച്ച് സ്ഥലം മതി, പിന്നെ നന്നായി കൾച്ചർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് വളരെ ചെയ്യും. ഹൈ ഈൽഡാണ്. പറയുന്ന പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. പിന്നീട് ഇത് ഫുഡ് സപ്ലിമെൻ്റായി യൂസ് ചെയ്യും. അപ്പം മുന്നൊന്നും മഷ്റൂംസിനെ, കൂണുകളൊന്നും നമ്മൾ കഴിക്കാൻ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒട്ടുമിക്ക ആൾക്കാരും കൂണുകൾ സ്വീകരിക്കുന്ന ഫുഡായിട്ട് അത് കൾച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ മഷ്റൂം ഗ്രോൺ ചെയ്യുന്ന പോലെ തന്നെ ഈ മൈക്രോബിയൽ അല്ലെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ മൈക്രോബിയൽ ബയോമാസിനെ കൾച്ചർ ചെയ്യാൻ ശ്രമിക്കും. ബയോഫോർട്ടിഫിക്കേഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻ ഇതൊക്കെ വന്നത് ഫുഡിൻ്റെ ഡെഫിഷ്യൻസിയെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ, മിനറൽ ഡെഫിഷ്യൻസിയെ, വൈറ്റമിൻ ഡെഫിഷ്യൻസിയെ ഒരു പരിധി വരെ ഓവർകം ചെയ്യാനാണ് ബയോഫോർട്ടിഫിക്കേഷനും സിംഗിൾ സെൽ പ്രോട്ടീനൊക്കെ പ്ലാന്റ് ബ്രീഡിങ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്തെടുത്തത്. അത്തരം ഒരു ഫുഡിൻ്റെ രീതിക്ക് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ പോവർട്ടിനെയും അതേപോലെ പല ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന കുറവുകളേക്ക് അതിജീവിക്കാൻ പറ്റും.